സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് റിക്രൂട്ട്മെൻറ്റ്. അപ്പം നിങ്ങൾക്കറിയാം മാൻ പവർ പ്ലാനിങ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഇറ്റ് ഷുഡ് സപ്ലൈസ് ദ റൈറ്റ് മെൻ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് അറ്റ് ദ റൈറ്റ് പ്ലേസ്. അപ്പോൾ എത്ര ആളുകളെ വേണമെന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ദ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ബിഗിൻസ് ആഫ്റ്റർ മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയാം. ആഫ്റ്റർ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ആർ ഡിറ്റർമിൻഡ്. അതായത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, ഏത് ടൈപ്പ് ഓഫ് ആളുകൾ, ഏത് ക്വാളിഫിക്കേഷനുള്ള ആളുകളെ വേണം, എത്ര നമ്പർ വേണം, ക്വാണ്ടിറ്റി, ഇതൊക്കെ തിട്ടപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സായ റിക്രൂട്ട്മെൻറ്റിലേക്ക് കടക്കാം എന്നാണ് പറയുന്നത്. അപ്പം റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Recruitment means it is the sourcing of manpower needed by an organization. അതായത് ഇറ്റ് ഇൻവോൾവ്സ് ഫൈൻഡിങ് ഔട്ട് ദ സോഴ്സസ് ഓഫ് സപ്ലൈ ഓഫ് മാൻ പവർ ആൻഡ് ഡെവലപ്പിംഗ് എ പൂൾ ഓഫ് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഈ എന്താ പറയുക, എത്ര ആളുകൾ വേണമെന്ന് തീരുമാനിച്ചതിന് ശേഷം അടുത്ത പടിയായിട്ട് ചെയ്യുന്ന ഈ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹയറിംഗ് ഓഫ് പേഴ്സണൽ. അപ്പോൾ ഹയറിംഗ് ഇൻവോൾവ്സ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പോസിറ്റീവ് പ്രോസസ് ഓഫ് സെർച്ചിങ് ദ റിക്വയർഡ് ക്വാളിഫൈഡ് പേഴ്സൺസ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദം to apply for jobs in the establishment. So it is an important task for the human resource managers as it helps in deciding the right candidate for a particular job. അപ്പോൾ നമുക്കൊരു ഡെഫിനേഷൻ നോക്കാം. ഒരുപാട് ഡെഫിനേഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എഡ്വിൻ ബി ഫ്ലിപ്പോൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം റിക്രൂട്ട്മെൻറ്റിന്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് and stimulating and encouraging them to apply for jobs in an organization. അപ്പം റിക്രൂട്ട്മെൻറ്റിൽ എന്താ വരുന്നത്? സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ്സാണെന്ന് പറയുന്നത്. പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ കണ്ടുപിടിച്ചിട്ട് അവരെ എന്താക്കുക ചെയ്യുക? സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്സ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് പ്രോസസ് വിച്ച് എയിംസ് അറ്റ് ഡെവലപ്പിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആഡിക്വേറ്റ് മാൻ പവർ റിസോഴ്സസ് upon whom the organization can depend when it needs additional employees. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൽ വരുന്നത് ഇതാണ്. ഇറ്റ് ഇൻവോൾവ്സ് സെർച്ചിങ് ആൻഡ് അട്രാക്റ്റിംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫ്രം വിച്ച് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫോർ job vacancies can be chosen. അപ്പോൾ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇൻവോൾവ്സ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിൽ എന്തൊക്കെ സ്റ്റെപ്പാണ് വരിക എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ലേബർ സപ്ലൈ. എവിടെ നിന്നൊക്കെ ഈ ആളുകളെ കിട്ടുന്നുള്ള സോഴ്സസ് കണ്ടുപിടിക്കുക. ദെൻ assessment of their validity, then chooses the most suitable source, then invites applications from prospective candidates for vacant job. So these are the different steps in recruitment process. Then comes characteristics of recruitment. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ, ഒരു 5 പോസ്റ്റ് ഒരു കമ്പനിയിൽ ഒഴിവുണ്ടെങ്കിൽ ആ 5 പോസ്റ്റിലേക്ക് ആളുകളെ എന്താക്കുക? സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ലൈക്ക് റിസീവിങ് റിക്വസിഷൻ, ലൊക്കേറ്റിംഗ് സോഴ്സ്, communication etc. are involved in recruitment. Then it is a linking activity between employer and job seekers. Okay, then it is a positive function because it helps to create a group of eligible candidates out of which suitable persons are സെലക്ട്. അതായത് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ഇസ് എ പോസിറ്റീവ് പ്രോസസ്സ്. നേരെ മറിച്ച് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്രോസസ്സാണ്. കാരണം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഉള്ള റൈറ്റ് ആളെ മാത്രം തിരഞ്ഞെടുക്കുന്നു, എലിമിനേറ്റിംഗ് അതേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് സെലക്ഷന് നെഗറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി
Due to unemployment, the candidate will accept any job without considering his interest. So, careful recruitment process is to be carried out to match the persons with the position. അപ്പം ഇപ്പോൾ കമ്പനി താല്പര്യം കാണിക്കുന്നത് ഏത് ക്വാളിഫിക്കേഷനുള്ളതാണ് അവരെ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. കാരണം ഒരു ക്വാളിഫിക്കേഷനും ഇല്ലെങ്കിൽ കൂടി ജോലി ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും എല്ലാത്തിലേക്കും അപ്ലൈ ചെയ്യാൻ മെനക്കെടും. അപ്പം അതുകൊണ്ട് എന്താക്കണം, കെയർഫുൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഇസ് ടു ബി ക്യാരീഡ് ഔട്ട്. ദെൻ ദ മെയിൻ പേർപ്പസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇസ് ടു ലൊക്കേറ്റ് ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഏതൊക്കെയാണ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. അപ്പം റിക്രൂട്ട്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നതാണ് ടു ലൊക്കേറ്റ് ദ സോഴ്സസ് ഓഫ് recruitment. And effective measures are to be taken to attract the personnel in the organization. Last one, it is a process of searching for prospective employees. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ് എന്നാണ്. അപ്പം there are a number of factors affecting recruitment. So the important factors are classified into two: internal factors and external factors. അപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഇൻറ്റേർണൽ ടു ദി ഓർഗനൈസേഷൻ ദാറ്റ് എഫക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. Usually these factors are controllable and can be changed according to the need of the organization. അപ്പം റിക്രൂട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഓർഗനൈസേഷൻ്റെ കൺട്രോളിലുള്ള ഫാക്ടേഴ്സാണ്. അപ്പം ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഈ ഫാക്ടേഴ്സിൽ. ഓക്കെ. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ടു ദി ഓർഗനൈസേഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. These factors are macro level factors, hence they are not controllable by a single organization. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സിനെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോണത് വിച്ച് ആർ ദ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതാണ്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഇസ് റിക്രൂട്ട്മെൻറ്റ് പോളിസി. ഓക്കെ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പോളിസി എന്ന് പറയുമ്പം റിക്രൂട്ട്മെൻറ്റ് പോളിസി ഓഫ് എ ഫേം ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ റിക്രൂട്ടിംഗ് ഫ്രം ഇൻറ്റേർണൽ സോഴ്സസ് ഓർ എക്സ്റ്റേർണൽ സോഴ്സസ് ഓൾസോ എഫക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്. Some organizations prefer internal sources since they are already employees of the organization and are well aware of its culture. അപ്പോൾ എന്താണോ ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യുന്ന റിക്രൂട്ട്മെൻറ്റ് പോളിസി എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും. അതാണ് ഒരു ഇൻറ്റേർണൽ ഫാക്ടർ ദാറ്റ് എഫക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ, സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് സെലക്റ്റഡ് ആൻഡ് എംപ്ലോയ്ഡ് is directly related to the size of the organization. An organization of small size needs comparatively less number of personnel. But if the organization is planning to increase its size and operate on a large scale, it should think of hiring greater number of personnel. This is another factor, size of the organization. Okay. Then recruitment cost. റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് പെർ ന്യൂ എംപ്ലോയി. അപ്പോൾ ഒരു ബഡ്ജറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യണം. എ ബഡ്ജറ്റ് ഇസ് പ്രിപ്പയർഡ് ആൻഡ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഇസ് അഡോപ്റ്റഡ് വിത്തിൻ ദ ബഡ്ജറ്റഡ് ലിമിറ്റ്. ഓക്കെ. അപ്പോൾ കോസ്റ്റ് ഇൻവോൾവ് എന്ന് പറയുന്നത് ലെങ്തി പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇൻവോൾവ്സ് മോർ ടൈം ആൻഡ് കോസ്റ്റ് ടു ദി ഓർഗനൈസേഷൻ. ദെർഫോർ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് മസ്റ്റ് ബി കോസ്റ്റ് ഇഫക്റ്റീവ് എന്നാണ് പറയുന്നത്. കൂടുതൽ ചിലവ് വരുത്തുന്ന രീതിയിലുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് ആവരുത്. ഓക്കെ. ദെൻ കംസ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇൻറ്റേർണൽ ഫാക്ടർ വിച്ച് എഫക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. അതായത് ഇഫ് എൻ്റർപ്രൈസ് ആസ് എൻ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് പ്ലാൻ, the recruitment process is also planned to meet the future needs arising due to expansion. Okay. അപ്പം a firm should think of recruiting more personnel to carry out such expansion plan എന്നാണ് പറയുന്നത്. And last point is
ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ. ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ the success of recruitment process depends upon the effectiveness of human resource planning. അതായത് an effective human resource planning can identify the gap between demand and supply of labor. അതായത് എത്ര ഡിമാൻഡ് ഉണ്ട്, എത്ര ആളുകളെ സപ്ലൈ, ആ ഒരു ഗ്യാപ്പ് ഇതാക്കാൻ പറ്റും. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ സൈസ് ഓഫ് മാൻ പവർ നീഡഡ് അറ്റ് വാട്ട് പോയിന്റ് ഓഫ് ടൈം. സോ ഫേം ക്യാൻ അക്കോർഡിംഗ്ലി പ്രൊസീഡ് വിത്ത് ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞ വിച്ച് കനോട്ട് ബി കൺട്രോൾഡ് ബൈ ദി ഓർഗനൈസേഷൻ. സോ ദ മേജർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സ്കിൽഡ് ലേബറേഴ്സാണ് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംടൈംസ് ദ ഡിമാൻഡ് ഫോർ സ്കിൽഡ് ലേബറേഴ്സ് ആർ ഹൈ കമ്പയർഡ് വിത്ത് സപ്ലൈ. നല്ല ഡിമാൻഡ് ഉണ്ടാവും, പക്ഷെ ആളുകൾ അത്ര ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ റിക്രൂട്ട്മെൻറ്റ് ബിക്കംസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. സോ മച്ച് എഫേർട്ട് ഇസ് റിക്വയർഡ് ടു സെലക്ട് റിക്വയർഡ് സ്റ്റാഫ് എന്നാണ് പറയുന്നത്, പേഴ്സണൽ. ദെൻ സെക്കൻഡ് വൺ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ unemployment rate is directly related to the growth of the economy. Where economy is growing at a fast rate, there is more employment generation. But during the phase of growth of economy, there is a shortage of supply of labor, whereas during a period of stagnation, there is oversupply of എന്താ പറയുക ലേബർ. ഓക്കെ, അപ്പം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇസ് ഹൈ ഇൻ എൻ ഏരിയ, റിക്രൂട്ട്മെൻറ്റ് ബിക്കംസ് ഈസി എന്നാണ് പറയുന്നത്. അതായത് ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് അതിൽ നിന്ന് വേണ്ട ആളെ അങ്ങോട്ട് തിരഞ്ഞെടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഗവൺമെൻറ് പോളിസി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് പോളിസി ഓൺ റിസർവേഷനൊക്കെയാണ്. അതായത് ചില സമയത്ത് എന്നല്ല, ഗവൺമെൻറ് ഇൻസിസ്റ്റ് ദാറ്റ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ജോബ്സ് ആർ റിസർവ്ഡ് ഫോർ SC ST OBC ആൻഡ് മൈനോറിറ്റീസ്. അതിലൊന്നും നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റില്ല. അതേമാതിരി ഫിസിക്കലി ചാലഞ്ച്ഡ് പീപ്പിൾ, എക്സ് സർവീസ് മാൻ എക്സെട്ര. ദിസ് ഓൾസോ എഫക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അതായത് റിസർവേഷൻ പോളിസീസ് ആർ ഫോളോഡ് മെയിൻലി ഇൻ ഗവൺമെൻറ് സർവീസസ് ആൻഡ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. പക്ഷേ ചില പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് റിസർവേഷൻ പോളിസീസ് ഇൻ ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. Then comes another external factor is labor market. അതായത് ലോക്കൽ ലേബർ മസ്റ്റ് ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് നോൺ ടെക്നിക്കൽ, അതേപോലെ നോൺ മാനേജീരിയൽ ആൻഡ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പൊസിഷൻ. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ജനറൽ കണ്ടീഷൻസ് ഇൻ ദ ലേബർ മാർക്കറ്റ് ലൈക്ക് സപ്ലൈ ഓഫ് എന്താ പറഞ്ഞത്, ലേബർ മാർക്കറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെയാണെങ്കിൽ നോൺ ടെക്നിക്കൽ, നോൺ മാനേജീരിയൽ, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പൊസിഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ ലേബർ മാർക്കറ്റ് യൂസ് ചെയ്യാം. ഇനി ഫോർ സെലക്ടിങ് പ്രൊഫഷണൽ പൊസിഷൻസ് കൺട്രി ലെവൽ മാർക്കറ്റ്സ് ആർ കൺസിഡേർഡ്. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആളുകളെ ലോക്കലി റിക്രൂട്ട് ചെയ്യണോ അതോ നാഷണൽ വൈഡ് പബ്ലിക് വിളിച്ചിട്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാം. And another factor is sons of the soil. Sons of the soil എന്ന് ഉദ്ദേശിക്കുന്നത് politicians argue that preference for jobs must be given to the candidates of the respective states. ചിലപ്പോൾ കണ്ടിട്ടില്ലേ കേരളത്തിലുള്ളവർക്ക് മാത്രം മുൻഗണന, അങ്ങനെയൊക്കെ പറഞ്ഞെങ്ങാണ്ട് ഓരോന്ന്. അപ്പോൾ ആ ഒരു എന്താ പറയുക, മണ്ണിൻ്റെ മക്കൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ആ ഒരു പോളിസി ഉണ്ട്, അതും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദിസ് ഇസ് അനദർ ഫാക്ടർ, external factor influencing the recruitment. Then again, organization image. If company has a good image among public, the recruitment becomes an easy task എന്നാണ് പറയുന്നത്. അതായത് ക്വാളിഫൈഡ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ക്യാൻ ബി ഒബ്റ്റെയിൻ വെരി ഈസിലി. നല്ല കമ്പനി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കമ്പനി ഏതാ നോക്കിയിട്ടൊക്കെ അല്ലേ തീരുമാനിക്കുക അവിടെ പോകണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല റെപ്യൂട്ടഡ് ഫേം ആണെങ്കിൽ അവർക്ക് ഇറ്റ് ഈസ് ഈസി ഫോർ ദം ടു ഗെറ്റ് എന്താ പറയുക ക്വാളിഫൈഡ് പേഴ്സണൽ. And last one, labor legislations. Labor legislations ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് സിനാരിയോ ഓഫ് എ കൺട്രി is also affected by social and political environment of the country.
Okay, these are reflected in labor laws and legislations. So now almost all aspects of employment such as hours of work, compensation, safety and health, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് ലെജിസ്ലേഷൻസ് ആണ്. സോ ദീസ് ലെജിസ്ലേഷൻസ് ഹാവ് ഡെഫിനിറ്റ് ഇമ്പാക്റ്റ് ഓൺ ദി സെലക്ഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പം ചില പ്രൊവിഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചൈൽഡ് ലേബർ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ദേ പ്രൊഹിബിറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ സർട്ടൻ ഏരിയാസ്. അതേമാതിരി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ആക്ട് 1959 റിക്വയേഴ്സ് ദാറ്റ് ദ എംപ്ലോയർ, അതായത് ഹു എംപ്ലോയ്ഡ് 25 വർക്കേഴ്സ് ഈച്ച് ആൻഡ് എബവ് ടു നോട്ടിഫൈ ദ വേക്കൻറ്റ് പൊസിഷൻസ് ഇൻ ദി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്. അപ്പോൾ ഓരോ ഇതിനനുസരിച്ചിട്ട് ഓരോന്ന് പാസ്സാക്കിയിട്ടുണ്ടാവും. സോ ദീസ് ആർ ദ സർട്ടൻ ലോസ് ഇൻ അവർ കൺട്രി വിച്ച് ഡീൽ ലേബർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഇനി നമ്മൾ നോക്കാൻ പോണത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പം ശ്രദ്ധിക്കുക, എങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് വരുന്നത് എന്നുള്ളത് നോക്കാം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫ്രം സോഴ്സിങ് ദ കാൻഡിഡേറ്റ്സ് ടു അറേഞ്ചിങ് ആൻഡ് കണ്ടക്റ്റിംഗ് ദ ഇൻ്റർവ്യൂസ് ആൻഡ് റിക്വയേഴ്സ് മെനി റിസോഴ്സസ് ആൻഡ് ടൈം. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 steps വിച്ച് ആർ ഇൻറ്റർ റിലേറ്റഡ് എന്നാണ് പറയുന്നത്. സോ ദേ ആർ ഫസ്റ്റ് വൺ റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ്, സെക്കൻഡ് വൺ ഇസ് development of strategy for recruitment, then searching, then comes screening and last one evaluation. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോക്കാൻ പോവുകയാണ് എന്താണ് റിക്രൂട്ട്മെൻറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ. റിക്രൂട്ട്മെൻറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു എക്സെട്ര. റിക്രൂട്ട്മെൻറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസൈഡിങ് എ ടാർഗറ്റ് വിച്ച് മസ്റ്റ് സ്പെസിഫൈ ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് പേഴ്സണൽ റിക്വയർഡ്. എത്ര ആളുകളെ വേണം, ഏത് ടൈപ്പ് ആളുകളെ വേണം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ an organization always tries to attract more applicants than they actually want to. ഇപ്പം ഒരു 10 വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു 100 ആളുകളിൽ നിന്നാണ് ആ 10 ആളുകളെ സെലക്ട് ചെയ്യുക. അപ്പോൾ ദ ടൈപ്പ് ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻവോൾവ് ഇൻ ജോബ് എന്നാണ് പറയുന്നത്. അതേമാതിരി ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് റിക്വയർഡ് ആർ ഓൾസോ ഡിറ്റർമിൻ വൈൽ റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ് ഇസ് ഡൺ. എണ്ണം മാത്രമല്ല, എത്ര ആളുകൾ വേണമെന്ന് മാത്രമല്ല തീരുമാനിക്കേണ്ടത്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആളുകൾക്ക് വേണമെന്നുള്ളതും കൂടെ ഈ പ്ലാനിങ് പ്രോസസ്സിൽ തീരുമാനിക്കണം. സോ റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ് ഇസ് കൺസേൺ വിത്ത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് what number of personnel are required, what type of personnel are required, what qualifications and experience are needed for them. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ പ്രോസസ്സ് ഇസ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജി. ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എത്ര എണ്ണം വേണം, ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഡെവലപ്പ് ചെയ്യണം? സ്ട്രാറ്റജി ഫോർ റിക്രൂട്ട്മെൻറ്റ് ഷുഡ് ബി ഡെവലപ്ഡ്. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുമ്പം അതായത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ ലോവർ ലെവലിലുള്ളൊരു എംപ്ലോയിനെ ഹയർ ലെവൽ പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യണോ, അതോ എക്സ്റ്റേണൽ സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഒരു തന്ത്രം ഉണ്ടാക്കുക ഈ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് നോർമലി റിലേറ്റഡ് ടു വെദർ ദ എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ഇൻറ്റേർണലി ഓർ എക്സ്റ്റേർണലി, അല്ലെങ്കിൽ വാട്ട് മെത്തേഡ്സ് ആർ ടു ബി യൂസ്ഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ്. ദർ ആർ 3 മെത്തേഡ്സ്. അതായത് എന്താ പറയുക, ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, തേർഡ് പാർട്ടി മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഏത് മെത്തേഡ് വെച്ചിട്ട് റിക്രൂട്ട് ചെയ്യണം എന്നുള്ളതാക്കുക. അതുമാതിരി വെദർ ദ എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ത്രൂ ലോക്കൽ ഓർഗനൈസേഷണൽ ഓർ ഇൻ്റർനാഷണൽ സോഴ്സസ്. ദെൻ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ സോഴ്സ് വേണോ എക്സ്റ്റേണൽ സോഴ്സ് വേണോ, ദെൻ പീരിയഡ് ഓർ ടൈം ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇങ്ങനെയെല്ലാം വെച്ചുകൊണ്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ കംസ് തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിലാണ് സെർച്ചിങ് തുടങ്ങുന്നത്.
സെർച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇൻവോൾവ്സ് 2 steps, അതായത് റെസിപ്റ്റ് ഓഫ് പേഴ്സണൽ റിക്വസിഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ. അപ്പം സെർച്ചിങ് ബിഗിൻസ് അറ്റ് ദ ടൈം ഓഫ് റിസീവിങ് പേഴ്സണൽ റിക്വസിഷൻ ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം, ഇവിടെ 2 ഒഴിവുണ്ട്. അതേമാതിരി HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഒഴിവുണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര ഒഴിവുണ്ട്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് സെർച്ചിങ് തുടങ്ങുക. സോ ഫോർ അപ്പോയിൻറ്റിംഗ് ദ പേഴ്സണൽ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ, job and the terms and conditions should be communicated. So this message should be communicated through different media. അപ്പോൾ സെർച്ച് ചെയ്യുന്നത് പല മീഡിയാസ് വെച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ന്യൂസ് പേപ്പറിൽ കൊടുക്കും, അങ്ങനെയായിട്ട്. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഓർഗനൈസേഷൻ വിൽ ഗെറ്റ് എ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് മെസ്സേജ് പബ്ലിഷ്ഡ് ഇൻ മീഡിയാസ്. അപ്പോൾ ഇതിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കണം. ആകെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 2-3 പോസ്റ്റ് ആണെങ്കിൽ അതിനൊരു 1000കണക്കിന് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഒന്ന് സ്ക്രീൻ ചെയ്യണം. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അന്നേരം എന്താണ്, സ്ക്രീനിങ് ഇസ് ഡൺ ഇൻ ഓർഡർ ടു list the names of eligible candidates by eliminating visibly unqualified applicants at an early stage itself. അപ്പോൾ ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്താക്കണം എന്നാണ് പറയുന്നത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ ദ ടെക്നിക് യൂസ്ഡ് ഫോർ സ്ക്രീനിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ് ആൻഡ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് യൂസ്ഡ് ബൈ ദി organization. Okay, then last is evaluating the effectiveness of recruitment process. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ statistical information on the cost of advertisement, time taken for recruitment and the suitability of candidate for selection must be collected and evaluated to find the effectiveness of recruitment. അതായത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുന്നു. റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടി എത്ര ചിലവായി, അതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ് എന്തൊക്കെയാണ്. അപ്പാർട്ട് ഫ്രം ദിസ് മെത്തേഡ് യൂസ്ഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കോസ്റ്റ് ഇൻകേർഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ് is also evaluated. Okay, so these are the 5 steps in recruitment process. Then comes methods of recruitment. Methods of recruitmentil വരുന്നത് ശരിക്കും വരുന്നത് 3 methods are used. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ദ മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് റെഫേഴ്സ് ടു ദ മീൻസ് ഓർ വേസ് ത്രൂ വിച്ച് organization establishes the contact with potential candidates, provide necessary information about the organization, job, etc. അപ്പം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. ഞാൻ ഈ 3 ഫസ്റ്റ് മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. എന്താണ് ഡയറക്റ്റ് മെത്തേഡ് നോക്കാം. അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ആർ സെൻറ്റ് ടു ദി പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് ഇൻ ദ എഡ്യൂക്കേഷണൽ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ക്യാമ്പസ് ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഏത് ഓർഗനൈസേഷൻ ആണോ ആളുകളെ വേണ്ടത്, അവിടുത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നേരിട്ടിട്ട് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ അതേമാതിരി എഡ്യൂക്കേഷണൽ ഓർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിസിറ്റ് ചെയ്തിട്ട് ദ എസ്റ്റാബ്ലിഷ് എ കോൺടാക്ട് വിത്ത് എ കാൻഡിഡേറ്റ്സ് സീക്കിംഗ് ദ ജോബ്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്റ്റ് മെത്തേഡിൽ 4 മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് സ്കൗട്ടിംഗ്. സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ വിസിറ്റ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ടു സെലക്ട് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്. അവിടെ അവരൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡ് ഇസ് എംപ്ലോയി കോണ്ടാക്ട്. എംപ്ലോയി കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയേഴ്സ് ആർ ഡയറക്റ്റഡ് ടു കോണ്ടാക്ട് ദ പബ്ലിക് ടു ടെൽ അബൌട്ട് ദ വേക്കൻസീസ് വിച്ച് ആർ അറൈസിങ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ പബ്ലിക് എന്ത് ചെയ്യും, ദേ വിൽ സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ടു ദ ഓഫീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ദ സെലക്ട് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ഫ്രം ദ ഷോർട്ട് ലിസ്റ്റ്. ദെൻ മാൻഡ് എക്സിബിറ്റ്സ് എന്ന് പറയും. മാൻഡ് എക്സിബിറ്റ്സ് എന്ന് പറഞ്ഞാൽ recruitment officers are directed to participate in the seminars and convention to set exhibition at fairs. ഈ ജോബ് ഫെയർ ഒക്കെ കണ്ടിട്ടില്ലേ, പണ്ടൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ആശീർവാദിലൊക്കെ വെച്ചിട്ടുണ്ടാവുമായിരുന്നു ജോബ് ഫെയർ. അവിടെ എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ഓർഗനൈസേഷനാണോ ആളുകൾ ആവശ്യമുള്ളത് അവരെന്ത് ചെയ്യും, അവരുടെ ഒരു സ്റ്റാൾ വെക്കും.
മനസ്സിലായോ? എന്നിട്ട് അത് കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ ഇത് കാണാൻ വരുന്ന വിസിറ്റേഴ്സ് എന്ന് പറയുന്നത് ജോബ് സീക്കേഴ്സ് ആയിരിക്കും. അവർക്ക് അവിടുന്ന് എന്ത് ചെയ്യുക, അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയോ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. അതാണ് മാൻഡ് എക്സിബിറ്റ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, വെയിറ്റിംഗ് ലിസ്റ്റ്. അതായത് an organization prepare waiting list of candidates from this suitable candidates are selected. അതായത് ഇപ്പം അതൊരു ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കും. ഇപ്പം 10 വേക്കൻസി വന്ന് ഒരു 200 ആളുകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ആളെ എന്ത് ചെയ്യും, ഷുവർ ലിസ്റ്റിലിടും. ബാക്കിയെല്ലാം പറ്റിയൊരു വെയിറ്റിംഗ് ലിസ്റ്റിലിട്ട് ആ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയും. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, വേക്കൻസീസ് ആർ നോട്ടിഫൈഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. ഡയറക്റ്റായിട്ട് എംപ്ലോയീനെ, ജോബ് സീക്കേഴ്സിനെ പോയി മീറ്റ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് എന്താ ചെയ്യുന്നത്, അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഓൺ ദ റേഡിയോ ഓർ ടെലിവിഷൻ, ഇൻ പ്രൊഫഷണൽ ജേർണൽസ്, ടെക്നിക്കൽ മാഗസീൻസ് എക്സെട്ര. അപ്പോൾ ഇതിലേതിലെങ്കിലൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, ഇവരുടെ വേക്കൻസീൻ്റെ പരസ്യം കൊടുക്കും. അപ്പോൾ ദിസ് മെത്തേഡ് ഇസ് അഡോപ്റ്റഡ് വെൻ ദി ഓർഗനൈസേഷൻ വാണ്ട്സ് ടു സെലക്ട് കാൻഡിഡേറ്റ്സ് ഫ്രം എ ജോഗ്രഫിക്കലി സ്കാറ്റേർഡ് ഏരിയ. അപ്പം അങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഇതാക്കുന്നത്. ദെൻ തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയും. അതായത് സെവറൽ പ്രൈവറ്റ് കൺസൾട്ടൻസി ഏജൻസീസ് ഉണ്ട്. അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലൊരു അക്കൗണ്ടൻറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ഈ കൺസൾട്ടൻസീൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. അവരുടെ അടുത്ത് ഇതേമാതിരി ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർ കോൺടാക്റ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ ദ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഫേംസ്, professional societies, trade unions and labor contractors are the main third party agencies performing recruitment function. So these are the methods of recruitment. ഇനി നമ്മൾ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ചിലപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും, ഞാൻ അതുകൊണ്ട് അടുത്ത വീഡിയോ ആക്കിയിടാം.